ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് പലരായിട്ട് പല പ്രാവശ്യമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നൊരു സംശയമാണ്. അതായത് ഈ പാലും പഴവും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഇങ്ങനെ കഴിക്കാൻ പാടുമോ? എന്തെങ്കിലും പഴങ്ങൾ അങ്ങനെ പാലിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയതുണ്ടോ? ഏതേത് പഴങ്ങളാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത്? ഇത് രണ്ടും കൂടെ കഴിച്ചാൽ എന്തെന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഈ രീതിയിൽ പല തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാത്തിനും ചേർത്തുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. അപ്പോൾ ഇന്നത്തെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതായത് ഈ പാലും പഴവും തമ്മിൽ എന്താണ് ഗുണവും ദോഷവും ആദ്യം കൂടെ മനസ്സിലാക്കാം. ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കും. ഇത് വിരുദ്ധാഹാരമായിട്ട് പ്രവർത്തിക്കും. വിരുദ്ധാഹാരമായാലും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ വരുത്താനായിട്ട് ഇടയുണ്ട്. ഇത് രണ്ടും വിരുദ്ധമാകുന്നത്, ഇത് പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീതവീര്യമാണ്, സ്നിഗ്ധ ഗുണമാണ്, മധുര വിഭാഗമാണ്. അപ്പോൾ ഈ സ്നിഗ്ധ ശീത മധുര ഗുണത്തോടു കൂടിയ ഈ സംഗതി നമ്മൾ പഴങ്ങളിൽ പുളിരസമുണ്ടെങ്കിൽ, അമ്ലരസമുണ്ടെങ്കിൽ ആ അമ്ലവും കൂടെ ഇത് ഇൻട്രാക്ട് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് പലതരത്തിലുള്ള ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് പല രോഗാവസ്ഥകൾ, ഇനി പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ, ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചർമ്മരോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാനും ഇടവരും. ഓക്കെ, അതുകൊണ്ടാണ് ഈ പാലും പഴവും ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു സംഗതി, ചില കാര്യങ്ങളിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ചില വിട്ടുവീഴ്ചകളാകാം. അതെന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് ഇത് വിരുദ്ധാകുന്നത് അമ്ലരസമായതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കേണ്ട പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള പഴങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മാമ്പഴം പുളിരസമാണെങ്കിൽ പ്രശ്നമാണ്. നന്നായിട്ട് പഴുക്കാത്ത മാങ്ങ പുളി അതിലുണ്ടെങ്കിൽ, അമ്ലത്വം അതിലുണ്ടെങ്കിൽ അത് പാലുമായിട്ട് വർക്ക് ചെയ്യും. ഇതുപോലെ ദഹനേന്ദ്രിയ വ്യൂഹമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാങ്ങ ഒഴിവാക്കുന്നതാണ് പൂർണ്ണമായിട്ടും നല്ലത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്ട്രോബെറി, എല്ലാ ബെറീസും പുളിരസമുള്ള ബെറികളെല്ലാം തന്നെ സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ തന്നെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് പൈനാപ്പിളും മുന്തിരിയും ഒക്കെ പുളിരസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇനി പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതല്ലോ, ചെറുനാരങ്ങ, കിവി, ഓറഞ്ച് ഇതെല്ലാം പുളിരസമാണ്. അപ്പോൾ ഈ പഴങ്ങളെല്ലാം തന്നെ അമ്ലരസമുള്ളതുകൊണ്ട്, ഉഷ്ണമായതുകൊണ്ട്, സ്നിഗ്ധ ശീത മധുര ഗുണങ്ങളോടുകൂടിയ പാലുമായിട്ട് പ്രവർത്തിച്ച് അത് വിരുദ്ധാഹാരമായിട്ട് പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ, മുൻപറഞ്ഞ രോഗങ്ങൾ വരുത്താനായിട്ട് ഇടവരുത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സംശയമില്ല, പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളുണ്ട്. നന്നായിട്ട് പഴുത്ത മാമ്പഴം മധുര രസമാണ്, അത് പാലുമായിട്ട് ചേർക്കുന്നതിന് വിരോധമില്ലെന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. സംഗതി ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഉറപ്പിച്ച് 3 വട്ടം ചിന്തിച്ച് ഉറപ്പിച്ച് വേണം. അതായത് നന്നായിട്ട് പഴുത്ത പഴമാണെന്നും മധുരരസമാണെന്നും ഉറപ്പ് വരുത്തിയതിന് ശേഷം പാലുമായിട്ട് ചേർക്കുന്നതിൽ തർക്കം ഉണ്ടാവില്ല. പക്ഷേ എൻ്റേതായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് അല്പം റിസ്ക്കാണ്, ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാങ്ങ പൊതുവേ പുളിയുള്ള സംഗതിയാണ്. അത് അല്പം പുളിരസം അതിൽ ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് ഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. അതായത് ഇപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള ഷെയ്ക്കുകളൊക്കെ, മാംഗോ ഷെയ്ക്ക്, പലതരം ഷെയ്ക്കുകൾ നിങ്ങൾ വാങ്ങിക്കഴിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചില പഴങ്ങൾ ചേർക്കുന്നതുകൊണ്ട് അത്ര വിരോധമില്ലാത്ത പഴങ്ങളുണ്ട്. അതും നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ അതിനു മുൻപായിട്ട് ഇത് ഏത് രീതിയിലാണ് ഈ ത്വക്ക് രോഗം ഉണ്ടാക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം ഇത് അമ്ലമാണ്, ഉഷ്ണമാണ്, അത് ശരീരത്തിൽ പിത്തദോഷത്തെ വർദ്ധിപ്പിക്കും. അപ്പോൾ രക്തദുഷ്ടി ഉണ്ടാകും. അതുവഴി ഈ ചർമ്മരോഗങ്ങൾ വർദ്ധിക്കാനായിട്ട് ഇടവരുന്നു. ഓക്കെ, ഇതാണ് ഒരു സംഗതി. അടുത്തതായിട്ട് അത്ര പ്രശ്നമില്ലാത്ത പഴങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമെന്ന് പറഞ്ഞല്ലോ. അതെന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. അതായത് നന്നായിട്ട് പഴുത്ത പഴം, റോബസ്റ്റ് പഴമോ ചെറുപഴമോ ഒക്കെ ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല. രണ്ടും ശീതമാണ്, മധുരമാണ്, സമ്മതിച്ചു. പക്ഷേ എന്നിരുന്നാലും ചില കഫപ്രകൃതിക്കാർക്ക്, ചില ദേഹപ്രകൃതിക്കാർക്ക്, അതായത് കഫപ്രകൃതി, ഇനി അതല്ലെങ്കിൽ കഫസംബന്ധമായ രോഗാവസ്ഥകളുള്ളവർ, ഉദാഹരണം തുടർച്ചയായിട്ട് കഫക്കെട്ടും ചുമയും ഉണ്ടാവുക, ആസ്മ പോലുള്ള രോഗാവസ്ഥ ഉണ്ടാവുക, ദഹനത്തകരാറുണ്ടാവുക, ദഹനക്കേടുണ്ടാവുക, അഗ്നിമാന്ദ്യം കൊണ്ട് ആമാവസ്ഥ ഉണ്ടായിട്ട് അതുവഴി ദഹനത്തകരാറുകളും ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകളും അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ പഴവും തണുപ്പാണ്, പാലും തണുപ്പാണ്. അത് അഗ്നിമാന്ദ്യത്തിന് ഇടവരുത്തും, ദഹനത്തകരാറുണ്ടാക്കും. അത് പിന്നീട് വീണ്ടും കഫക്കെട്ട് വർദ്ധിക്കുന്നതിനും നിങ്ങളുടെ രോഗാവസ്ഥകൾ വർദ്ധിപ്പിക്കുന്നതിനും സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ ബിരുദമായതുകൊണ്ടല്ല നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കുന്നത്, രണ്ടും ശീതമായതുകൊണ്ട് നിങ്ങളുടെ വിശപ്പിനെ തല്ലിക്കെടുത്തും അഗ്നിബലത്തെ ഇല്ലാതാക്കും എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലും അത് ഒഴിവാക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ചില സംഗതികളിൽ, അതായത് പല രോഗാവസ്ഥകൾ, ദഹനം ശരിക്കില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സയുടെ ഭാഗമൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു, നിങ്ങൾക്ക് പോഷകങ്ങൾ വളരെയധികം ആവശ്യമാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാം ചില ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ഈത്തപ്പഴം, ഉണക്കമുന്തിരി,
അത്തിപ്പഴം, ബദാം പരിപ്പ് ഇതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു രാത്രി മുഴുവൻ നന്നായിട്ട് കഴുകി ഒരു രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ തിളപ്പിച്ചാറിയ പാലും ചേർത്തടിച്ച് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ അത്തിപ്പഴം, ഫിഗ്സ് ഇതൊക്കെ കോൺസ്റ്റിപ്പേഷനും പൈൽസും പോലുള്ള രോഗാവസ്ഥയിൽ പ്രയോഗിക്കാവുന്ന ഒരു വിദ്യയാണ് കേട്ടോ. അത്തിപ്പഴം പാലിൽ പുഴുങ്ങുക, അതായത് ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, 1-2 അത്തിപ്പഴം കഴുകി അതിലിട്ട് വേവിച്ച് കുറുക്കിയെടുത്തിട്ട് പാലളവാക്കി വെറ്റിച്ച് അത് അരച്ചെടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ചവച്ചരച്ച് മീതെ പാല് കുടിക്കാം. ആ രീതിയിലും അത്തിപ്പഴമൊക്കെ കഴിക്കാവുന്നതാണ്. അത്തിപ്പഴം ഇങ്ങനെ നിത്യേന കഴിക്കുകയാണെങ്കിൽ ഈ പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ ഇത്തരം പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നതിന് സാധ്യതയുണ്ട്. ഓക്കെ, പൈൽസിലൊക്കെ അത്തിപ്പഴത്തിൻ്റെ പ്രഭാവം വളരെയധികം വിശേഷമാണ്. നമ്മൾ മുൻപ് അതിനെപ്പറ്റി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈത്തപ്പഴവും ബദാമും ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് ഇതുപോലെ ക്ഷീണവും തളർച്ചയും പലതരത്തിലുള്ള രോഗപീഠകളാൽ അല്ലെങ്കിൽ പല ചികിത്സകളൊക്കെ കഴിഞ്ഞ് ശരീരം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇത് നമുക്ക് പാലിൽ പുഴുങ്ങി വേവിച്ച് അരച്ചെടുത്ത് കഴിക്കാം. ഓക്കെ, ഇങ്ങനെ തയ്യാറാക്കിയ ഒരു സ്മൂതി പോലെ തയ്യാറാക്കി കഴിക്കുന്നത് നമുക്കൊരു രാവിലെ ഒരു 10:00-ക്കും 11:00-ക്കും ഇടയ്ക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചഭക്ഷണം ഒഴിവാക്കുന്നതിനോ അതിൻ്റെ അളവ് കുറയ്ക്കുന്നതിനോ സാധിക്കും. അതുവഴിയുള്ളൊരു പ്രധാന പ്രയോജനം നമുക്ക് ശരീരഭാരം കുറയ്ക്കുന്നതിന്, വെയിറ്റ് കുറയ്ക്കുന്നതിന് ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഭക്ഷണങ്ങൾ ഒഴിവാക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു സ്മൂതി ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുന്നത് നിങ്ങൾക്ക് ക്ഷീണമില്ലാതിരിക്കുന്നതിനും ശരീരത്തിന് വേണ്ടത്ര ഊർജ്ജം ലഭിക്കുന്നതിനും എന്നാൽ നമ്മുടെ മെയിൻ കോഴ്സ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതിനും. കാരണം ഉച്ചഭക്ഷണമൊക്കെ വളരെ കൂടുതലായിട്ട് കഴിക്കാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് നല്ല വിശപ്പുണ്ടാകും. അപ്പോൾ ആ വിശപ്പിനെ കെടുത്തുന്നതിനായിട്ട് നമ്മളൊരു 10:30-11:30 ആകുമ്പോൾ ഇതുപോലെ ഒരു സ്മൂതി തയ്യാറാക്കി കഴിച്ചാൽ ആ വിശപ്പ് കുറയും. അതുവഴി നമുക്ക് ഉച്ചഭക്ഷണം ഒഴിവാക്കാൻ പറ്റും. എന്നാൽ ശരീരത്തിന് കേടുപാടുകളും ക്ഷീണവും തളർച്ചയൊന്നും സംഭവിക്കില്ല. അതുവഴി ശരീരഭാരം നിയന്ത്രിക്കാനും സാധിക്കും. ഇങ്ങനൊരു പൊടിക്കൈ അവിടെ പ്രയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏതേത് പഴങ്ങളൊക്കെ പാല് ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നും കൂടെ പറഞ്ഞുതരാം. അതായത് അവക്കാഡോ ഫ്രൂട്ട്, അവക്കാഡോ നന്നായിട്ട് പഴുത്തത് നമുക്ക് പാലും ചേർത്തടിച്ച് കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ അവിടെയും പച്ചപ്പാലോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലോ ഒക്കെ എടുക്കാതെ തിളപ്പിച്ചാറിയ പാലും ചേർത്ത് അവക്കാഡോ ചേർത്ത് കഴിക്കുകയായിരിക്കും നല്ലത്. ഇനി 2-3 പഴങ്ങളൂടെ പറഞ്ഞു തരാനുണ്ട്. അതായത് സീതാപ്പഴം, അതുപോലെ തന്നെ ആത്തച്ചക്ക, ഇതൊക്കെ നന്നായിട്ട് പഴുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇതുപോലെ തിളപ്പിച്ചാറിയ പാലും ചേർത്ത് അടിച്ച് കഴിക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടാവില്ല. ഇത് കേട്ട മാത്രയിൽ നിങ്ങൾ പലരും പറയും ഞാൻ വളരെ കാലമായിട്ട് പലപ്പോഴും കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പതിവായിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ 3 തരത്തിൽ നിങ്ങളെ ദോഷമായിട്ട് ഭവിക്കാം. ദഹന തകരാറുകൾ വരും, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള രോഗാവസ്ഥകൾ വരാം, ഗ്യാസ് ട്രബിൾ പോലുള്ള രോഗാവസ്ഥകൾ വരാം, ചർമ്മരോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഇത് 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. തണുപ്പായതുകൊണ്ട് അഗ്നിമാന്ദ്യം ഉണ്ടാക്കിയിട്ടും പുളിരസമുള്ള പഴങ്ങൾ ചേർത്ത് തയ്യാറാക്കുമ്പോൾ അതിൽ പിത്തദോഷം വർദ്ധിപ്പിച്ച് ചർമ്മരോഗങ്ങൾ വർദ്ധിക്കുന്നു. ഈ രീതിയിലാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് നിർബന്ധമുള്ളവർ ഈ മേൽപ്പറഞ്ഞ പഴങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് പഴുത്തതാണ്, പുളിരസം ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടാവില്ല. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ. ഞാൻ ഡോക്ടർ സീവർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.